ഹായ് ഓൾ, ഞാൻ ഡോക്ടർ അസ്ലക്, എഡ്യൂപോർട്ടിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണ്. ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി സാറേ ന്യൂമറിക്കൽസ് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നുള്ളതാണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ കേരള റാങ്ക് എന്ന് പറയുന്നത് 1500-ന് എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 11,000-നുള്ളിലായിരുന്നു. ടോപ്പ് റാങ്കർ ആയിരുന്നില്ല. ഞാൻ പഠിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 ഡിജിറ്റോ 2 ഡിജിറ്റോ 3 ഡിജിറ്റോ റാങ്ക് കിട്ടിയ ആളല്ല ഞാൻ, ഒരു സാധാ വിദ്യാർത്ഥി. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികളായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം നിരന്തരമായി ടോപ്പ് റാങ്ക് വാങ്ങിയ ആളല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പഠിച്ച കോച്ചിങ് സെൻറ്ററിൽ അവിടുത്തെ A+ ബാച്ചിൽ പോലും ഞാൻ കയറി പറ്റിയിട്ടില്ല. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും, സാറേ ഫിസിക്സ് സാർ എങ്ങനെ ടാക്കിൾ ചെയ്തു? കാരണം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഫിസിക്സ് ആയിരുന്നു. അതിന് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ +2 ഗോയിങ് ആയിരിക്കും, ചിലപ്പോൾ +1 ആയിരിക്കും. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നമുക്ക് കുറച്ച് ബേസിക്സ് അങ്ങോട്ട് തുടങ്ങാം. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാകുന്ന ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബോർഡ് ലെവൽ നോളജാണ്. ബോർഡ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതല്ലേ, ആ നോളജ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബോർഡ് ലെവൽ നോളജിൽ നിന്ന് എങ്ങനെയാണ് ഫിസിക്സ് ടാക്കിൾ ചെയ്ത് തുടങ്ങേണ്ടത്? ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ഫിസിക്സിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് അല്ലെങ്കിൽ ബോർഡ് ലെവൽ നോളേജ് എങ്കിലും ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു 4-5 ചാപ്റ്റർ നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാക്കുക. ലോസ് ഓഫ് മോഷൻ, മോഷൻ എ സ്ട്രൈറ്റ് ലൈൻ, വേവ്സ്, ഫിസിക്സിലെ ചാപ്റ്റേഴ്സാണ് ഞാൻ പറയുന്നത്. ഈവൻ കെമിസ്ട്രിയിലും ഓർഗാനിക് കെമിസ്ട്രിയിലും നമുക്ക് ഇതേ പ്രിൻസിപ്പിൾസ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബോർഡ് ലെവൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു 4-5 ചാപ്റ്റർ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ എടുത്തു വെച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ നിങ്ങൾ മാറ്റിവെച്ച ആ 4-5 ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് മിനിമം ഒരു 50 ക്വസ്റ്റ്യൻ ആണ്. 50 ക്വസ്റ്റ്യൻസ്, 100 പ്രിഫേർഡ്. ഇനി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മിനിമം 50 എങ്കിലും ചെയ്യണം. അപ്പം നിങ്ങളേക്കും, സാറേ ഇത്രയും ക്വസ്റ്റ്യൻ എങ്ങനെയാ? ഞാൻ നിങ്ങളോട് അറ്റംപ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് ദി ആൻസർ, ഇറ്റ്സ് അബൌട്ട് ഡൂയിങ് ഇറ്റ്. ചോദ്യങ്ങൾ ഒന്ന് കാണുക, അതാണ് ഇവിടെ വേണ്ടത്. കാരണം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾ ബോർഡ് ലെവൽ നോളജ് ഉള്ളവരാണ്, നിങ്ങൾ ചാപ്റ്ററിൻ്റെ പേരെടുത്തു, നിങ്ങൾ നേരെ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചാപ്റ്റർ പഠിച്ചില്ലല്ലോ. ആദ്യം നിങ്ങൾ ചോദ്യം ചെയ്യും. 50 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10 ഉത്തരം കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് 2 ഉത്തരേ കിട്ടുള്ളൂ. 50 ക്വസ്റ്റ്യൻ ചെയ്യാൻ ചിലപ്പം ഒരു ദിവസമൊക്കെ എടുക്കാനും സാധ്യതയുണ്ട്. എടുത്തോട്ടെ, പ്രശ്നമില്ല. അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങളുടെ കോർ കണ്ടന്റ് എവിടെ നിന്നാണോ അത് കാണുക. ചിലപ്പോൾ നിങ്ങൾ എഡ്യൂപോർട്ട് ആയിരിക്കും ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്പ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഒരു ആപ്പ് എടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിലെ വീഡിയോ കണ്ടായിരിക്കും പഠിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു സോഴ്സിലെ വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് തിയറി നിങ്ങൾ കാണുന്നതിന് മുന്നേ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൻ്റെ 50 ചോദ്യമെങ്കിലും ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ ആ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും ആ ക്ലാസ് എടുക്കുന്ന സാറ് ഏത് ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഓരോ ഭാഗത്തിന് ഏതൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഡൂയിങ് ദ ക്വസ്റ്റ്യൻസ് ബിഫോർ ലേണിംഗ് ദ ചാപ്റ്റർ. നിങ്ങളുടെ ബോർഡ് ലെവൽ നോളജ് വെച്ച് നിങ്ങൾ ആ ചാപ്റ്റർ ചെയ്യുന്നു. രണ്ടാമത്, നിങ്ങൾ ക്ലാസ് കേൾക്കുകയാണ്. ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്കറിയാം ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഓ, ഇതാണല്ലേ ആ ക്വസ്റ്റ്യൻ്റെ കണ്ടന്റ്, ഇതാണല്ലേ ആ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് എന്ന് നിങ്ങൾക്ക് ബൾബ് കത്താൻ തുടങ്ങും. മൂന്നാമതായി, ക്ലാസ് കണ്ടു കഴിഞ്ഞു, ഇനി എന്ത് വേണം? നോട്ട് വേണം. ചില ആപ്പുകൾ നോട്ട് അവരുടെ ആപ്പിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടാവും. ഐ പ്രിഫർ യു റൈറ്റിംഗ് ഡൗൺ. നോട്ട് എഴുതിയെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾക്കൊരു ഫോർമുല ഷീറ്റ് വേണം. ഈ ചാപ്റ്റർ ഇപ്പോൾ മോഷൻ്റെ സ്ട്രൈറ്റിലാണെങ്കിൽ V = U+AT, അങ്ങനെ ഓരോ ഇക്വേഷൻസ് എഴുതി വെച്ച ഒരു ഷീറ്റ്. അതെന്തിനാണ്? അത് റിവിഷനാണ്. നാളെ ഇനി ആ ചാപ്റ്റർ പഠിക്കാൻ വരുമ്പോൾ ഫുൾ വീഡിയോ കാണാൻ നമുക്ക് നേരമില്ല. മൊത്തം ചാപ്റ്ററിൻ്റെ ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻ ഒന്നും അല്ലല്ലോ ഇവിടെ വേണ്ടത്, ഇവിടെ ഇക്വേഷൻ അല്ലേ വേണ്ടത്. അതെങ്ങനെ ഉപയോഗിക്കണം എന്നും അറിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടൊരു ഫോർമുല ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നോട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്രിയേറ്റ് എ ഫോർമുല ഷീറ്റ്. ആ ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷനും നിങ്ങളുടെ ഫിംഗർ ടിപ്പിലാവുന്നവരെ നിങ്ങളിത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നിങ്ങൾ 50 ക്വസ്റ്റ്യൻ ചെയ്തു, ക്ലാസ് കണ്ടു, നോട്ട് ഉണ്ടാക്കി, ഫോർമുല ഷീറ്റ് ഉണ്ടാക്കി വെച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇനി നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ആ 50 ക്വസ്റ്റ്യൻ ഒന്നും കൂടി അറ്റംപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റ് 50 ക്വസ്റ്റ്യൻസ് ആവട്ടെ. ഇപ്പം നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. അതാണ് ഫിസിക്സിൽ സംഭവിക്കുന്നത്. നിങ്ങൾ വർക്ക് എടുത്താലേ ഫിസിക്സ് നിങ്ങൾക്ക് എളുപ്പമായി മാറുള്ളൂ. ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. ഇനി ഫൈനലി റിവിഷൻ ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആദ്യം റിവൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഫോർമുല ഷീറ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യേണ്ടത് നോട്ടല്ല. നോട്ട് വീണ്ടും വായിക്കലല്ല റിവിഷൻ. ഡു ക്വസ്റ്റ്യൻസ്. ഫിസിക്സിലെ ഏറ്റവും അൾട്ടിമേറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ, ഇപ്പോൾ മോഷൻ എ സ്ട്രൈറ്റ് ലൈൻ ആകുമ്പോൾ അതിന്റെ പേര് കേൾക്കുമ്പോൾ അതിൽ ഇത്ര തരം ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുത്താൽ
നിങ്ങൾക്ക് ഫിസിക്സ് എളുപ്പമായി. കാരണം ഒരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കണ്ടത്, ആദ്യമായിട്ട് സോൾവ് ചെയ്യുന്നതിൽ എത്ര എളുപ്പമാണ് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മുന്നേ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഉദാഹരണത്തിന്, ഒരു കുട്ടി കുടയും കൊണ്ട് ഓടുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരു കുട്ടി കുടയും കൊണ്ട് ഓടുന്നു, ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഉത്തരം കിട്ടുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വല്യമ്മ കുടയും കൊണ്ട് ഓടുന്നു, അത് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഒരു പെൺകുട്ടി കുടയും കൊണ്ട് ഓടുന്നു, അത് പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചെയ്തിട്ടല്ല നിങ്ങൾ അഭിമാനം പുളകിതരാവേണ്ടത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം, അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് പിക്കപ്പ് ചെയ്യാം. അങ്ങനെ ഫിസിക്സ് ഇമ്പ്രൂവ് ആവുള്ളൂ. അവസാനമായിട്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളുടെ സെൻറ്ററിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടാവും, സാറ് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴേക്കാണ് ഉത്തരം എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആ വിദ്യാർത്ഥി ചിലപ്പോൾ 8ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ 6ാം ക്ലാസ് തൊട്ട് ചിലപ്പോൾ ഹോളിഡേ ബാച്ചൊക്കെ ആയി പഠിക്കുന്നുണ്ടാവും. അവൻ്റെ ലെവൽ 10 ലെവൽ 100 ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങളിപ്പോൾ ലെവൽ 2-ലായിരിക്കും. മറ്റൊരാളുടെ ലെവൽ 100-മായി നിങ്ങൾ നിങ്ങളുടെ ലെവൽ 10-നെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് നിങ്ങളോട് മാത്രമാണ്. നിങ്ങൾ ഇന്നലെ എങ്ങനെയായിരുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. കാരണം ആ സുഹൃത്തിൻ്റെ പഠന കാലഘട്ടം നിങ്ങൾ കണ്ടിട്ടില്ല, അവൻ അനുഭവിച്ചതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, അവൻ ചെയ്ത ക്വസ്റ്റ്യൻസ് എത്രയെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ആകെ അറിയുന്നത് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് മാത്രമാണ്. അതുകൊണ്ട് തൻ്റെ സുഹൃത്തിന് 10 സെക്കൻഡ് കൊണ്ട് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവാണ്, ഞാൻ കഴിവ് കെട്ടവനാണെന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ കഴിവ് കെട്ടവനാവുന്നത്. എന്തെങ്കിലും കാര്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്വയം ഇമ്പ്രൂവ് ആക്കണം. നിങ്ങൾ ആകെ കമ്പയർ ചെയ്യേണ്ടത് ഇന്നലത്തെ നിങ്ങളോട് മാത്രമാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് എത്ര മണിക്കൂർ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റി, ഇന്ന് എത്ര മണിക്കൂർ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞത് മണിക്കൂറുകൾ എന്നാണ്, മിനിറ്റുകൾ എന്നല്ല. കാരണം ഞാനും പല ക്വസ്റ്റിനും സോൾവ് ചെയ്യാൻ 30 മിനിറ്റിലധികം എടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആദ്യത്തെ 10 ക്വസ്റ്റിന് 2 മണിക്കൂർ എടുത്തേക്കാം, പിന്നീടുള്ള 10 ക്വസ്റ്റിന് അരമണിക്കൂർ എടുത്തേക്കാം, പിന്നീടുള്ള 10 ക്വസ്റ്റിന് 20 മിനിറ്റ് എടുത്തേക്കാം. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ സ്പീഡ് കൂട്ടിക്കൂട്ടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഫിസിക്സ് എന്ന് പറയുന്നത് സ്പ്രിൻ്റ് അല്ല, മാരത്തൺ ആണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഓടി നേടാൻ പറ്റുന്നതല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ടുകളാണ് നിങ്ങൾ മുന്നോട്ടെത്തിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇത്രയും ദൂരം നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒരു കാര്യം ഇടണം, ഐ വിൽ ട്രൈ ദിസ് എന്ന് നിങ്ങളുടെ കമൻറ്റ് എനിക്ക് താഴെ കാണണം. എന്നിട്ട് നിങ്ങളത് ട്രൈ ചെയ്തിട്ട് തിരിച്ചു വരണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ബോർഡ് ലെവൽ നോളജുള്ള ചാപ്റ്ററുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, അതിൽ 50 100 ചോദ്യങ്ങൾ ചെയ്യുക, എന്നിട്ട് മാത്രം ക്ലാസ് കാണുക, എന്നിട്ട് നോട്ട് ഉണ്ടാക്കുക. നോട്ടിൽ ഒരു ഫോർമുല ഷീറ്റ് വേണം. റിവിഷൻ ആദ്യം ഫോർമുല ഷീറ്റിൽ ചെയ്യുക, പിന്നീട് ആദ്യം ചെയ്ത 50 ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകുക, നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും. എന്നിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയി എഫേർട്ട് എടുക്കുക, ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഫിസിക്സിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. I wish you all the best.